ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്താണ് എന്ന് ആളുകളോടൊന്നും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനയാണ്. ആ വിദ്യാർത്ഥി സംഘടന ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നോ, അല്ലെങ്കിൽ യുവജന സംഘടന ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നോ, അതായിരിക്കും ആക്റ്റീവായിട്ടുള്ളൊരു പ്രതിപക്ഷ പ്രവർത്തനം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ KSUവിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ആൻ സെബാസ്റ്റ്യനെയൊക്കെ നമുക്കറിയാൻ വേണ്ടി സാധിക്കുമായിരിക്കും. പക്ഷേ അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്ന അലോഷ്യസ് സേവ്യറിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു തികഞ്ഞ പരാജയമാണോ എന്ന് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് KSUവിന് സാധിച്ചിട്ടില്ല. ഇത് ദേശീയ തലത്തിൽ പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ ഇങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ നയം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാത്ത ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് KSU മാറിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവരെന്താണ് കേരളത്തിൽ ചെയ്യുന്നത്? വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലണമെന്നേ നമ്മുടെ എത്രയോ ക്യാമ്പസുകൾ, സ്വകാര്യ മാനേജ്മെന്റിന് കീഴിലുള്ള എത്രയോ ക്യാമ്പസുകൾ ഇന്ന് പൂട്ടപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. നമസ്കാരം. 5 സീറ്റുകളാണ് KSU നിയമസഭയിൽ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരിക്കും ഇത്രയും സീറ്റ് അവർ അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു പോഷക സംഘടനയും അവർക്ക് സീറ്റിന് അർഹതയുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് UDF അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഏതൊരു പ്രതിപക്ഷമാണെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനയാണ്. ആ വിദ്യാർത്ഥി സംഘടന ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നോ, അല്ലെങ്കിൽ യുവജന സംഘടന ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നോ, അതായിരിക്കും ആക്റ്റീവായിട്ടുള്ളൊരു പ്രതിപക്ഷ പ്രവർത്തനം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്താണ് എന്ന് ആളുകളോടൊന്നും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഒരു പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള KSU അതിൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിൽ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നിലവിലുള്ള പ്രസിഡന്റ്, നമ്മൾ പല ആളുകളുടെ അടുത്തും പോയി അന്വേഷിക്കുന്ന സമയത്തൊക്കെ നിലവിൽ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആരാണ് എന്ന് പോലും അറിയാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. കാരണം നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആരാണെന്നും, SFIയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാണെന്നും, ABVPയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാണെന്നും, അതോടൊപ്പം തന്നെ ASFിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആരാണെന്നും, MSFിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ ആരെയൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ KSUവിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ആൻ സെബാസ്റ്റ്യനെയൊക്കെ നമുക്കറിയാൻ വേണ്ടി സാധിക്കുമായിരിക്കും. പല വേദികളിലും അവർക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ പ്രസംഗങ്ങളിൽ തന്നെ ചില കോൺഗ്രസ് ഐഡിയോളജി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്ന അലോഷ്യസ് സേവ്യറിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു തികഞ്ഞ പരാജയമാണോ എന്ന് തന്നെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം KSU എന്ന വിദ്യാർത്ഥി സംഘടന കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അത് AK ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശൻ വരെ KSUവിൻ്റെ സംഭാവനയാണ്. അപ്പോൾ അതേ രീതിയിൽ KSU ഒരുപാട് നേതാക്കന്മാരെയൊക്കെ കേരള രാഷ്ട്രീയത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെ നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് വലിയൊരു ചരിത്രമുണ്ട് കേരളത്തിൽ. ഈ സമര ചരിത്രങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അലോഷ്യസ് സേവ്യറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഈ കഴിഞ്ഞ 5 വർഷക്കാലം മാത്രം നമ്മളെടുത്ത് പരിശോധിക്കും. NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് KSUവിന് സാധിച്ചിട്ടില്ല. NEP നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ എന്താണ് എന്ന് ആലോചിക്കാൻ പോലും KSU തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് KSUവിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് എന്താണ്, NEP എന്താണ് എന്ന് KSUവിനകത്ത് എത്ര പേർക്ക് അറിയാം എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ. ഈ NEP എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സംസ്ഥാനത്തും ഇപ്പം NEP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. NEP വരുന്നതോടുകൂടി UGC ഇല്ലാണ്ടാവും, AICT ഇല്ലാതാവും, NCTE ഇല്ലാണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ഇതെല്ലാം കൂടെ ഏകീകരിക്കുന്ന സമയത്ത് ഒരു സമരം പോലും KSUവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ NSUവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ സംഘടന എത്രത്തോളം ക്ഷയിച്ചു കഴിഞ്ഞു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരിന് സിലബസിൽ പോലും വേണ്ട രീതിയിൽ ഇടപെടാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ ഈ NEP നടപ്പിലാക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പാർലമെന്റിൽ ഇന്ന് വരെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. പാർലമെന്റിൽ ഒരാൾക്ക് പോലും ഇതിൽ മേലൊരു ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പാർലമെന്റിൽ ചർച്ച ചെയ്യാത്ത ഒരു NEP ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന സമയത്ത് അതിനെതിരെ ഒരു സമരം പോലും ചെയ്യാനായിട്ട്
KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ KSUവിൻ്റെ മാതൃസംഘടനയാണല്ലോ NSU എന്ന് പറയുന്നത്. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷന് NSUവിന് മേലെ സ്വാധീനം ചെലുത്താമല്ലോ. കോൺഗ്രസിന് ഏറെ ശക്തിയുള്ളൊരു സ്ഥലം, ക്യാമ്പസുകളിൽ ശക്തിയുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് കേരളം തന്നെയാണല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ഡൽഹിയാണുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർ NEPക്കെതിരെ എന്താണ് ഇതുവരെ ശബ്ദിച്ചിട്ടുള്ളത്? ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ KSUവിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസെഷൻ പ്രശ്നങ്ങൾ, ഈ കൺസെഷനായിരുന്നു വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ക്യാമ്പസിനകത്ത്. കാരണം ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രൈവറ്റ് ബസ് ആണെങ്കിലും KSRTC ആണെങ്കിലും കൺസെഷൻ കാർഡ് അനുവദിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിൽ വരുത്തുന്ന വർധനവിനെതിരെയൊക്കെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടൊക്കെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, PM ശ്രീ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ PM ശ്രീയിൽ ഒപ്പിട്ടു. PM ശ്രീയിൽ സർക്കാർ ഒപ്പിട്ടത് എന്തുകൊണ്ടാണ്? PM ശ്രീയിൽ ഒപ്പിട്ടാൽ മാത്രമേ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ട കേന്ദ്ര ഗ്രാന്റുകൾ ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിബന്ധന, ആ നിബന്ധന വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരിന് അതിൽ ഒപ്പിടേണ്ടി വന്നത്. ഈ PM ശ്രീ ഒക്കെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ചില സാമ്പത്തിക മാനദണ്ഡങ്ങൾ കൂടി വരുന്നു എന്ന് കണ്ടിട്ട് പോലും KSU സമരത്തിന് ഇറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് KSUവിന്റെ നിലവിലത്തെ അവസ്ഥ എന്താണ്? അതുകൂടാതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ സിലബസുകൾ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം കൂടിയാണ് NEP എന്ന് പറയുന്നത്, PM ശ്രീ എന്ന് പറയുന്നത്. ഇതിനെതിരെ ഒന്നും ഒരക്ഷരം പോലും പ്രതികരിക്കാതിരുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ഈ KSU എന്ന് പറയുന്നത്. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഈ പറഞ്ഞ അലോഷ്യസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതൊക്കെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്, ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ഈ NEPയുടെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് സംസ്ഥാനവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനകൾ നടത്തുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനകൾ നടത്തുന്നുണ്ടോ? ഒരു കൂടിയാലോചനയില്ല. ഇത് ദേശീയ തലത്തിൽ പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ ഇങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ നയം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാത്ത ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് KSU മാറിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവരെന്താണ് കേരളത്തിൽ ചെയ്യുന്നത്? പൊതുവായിട്ട് വരുന്ന ഒരു വിഷയം, ആ പൊതുവായിട്ട് വരുന്ന വിഷയങ്ങളിൽ സമരം ചെയ്യേണ്ട KSUവിൻ്റെ ആവശ്യമില്ലെന്നേ. അതിനു വേണ്ടിയിട്ട് സമരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഉള്ളത്, അതല്ലെങ്കിൽ എന്താ പറയുക മുസ്ലിം യൂത്ത് ലീഗ് ഉള്ളത്, പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ യുവമോർച്ച ഉള്ളത്. ABVPയെ സംബന്ധിച്ച് ABVP ഒരിക്കലും ഇതിന് സമരത്തിന് ഇറങ്ങാൻ പറ്റില്ല. ABVPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. SFI സമരത്തിന് ഇറങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് അലോഷ്യസ് സേവറിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇതേ രീതിയിൽ പറഞ്ഞു പോകുന്നത്. അതുപോലെ വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലും ഇന്ന് വരെ അലോഷ്യസ് സേവറിന്റെ നേതൃത്വത്തിലുള്ള KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. മറിച്ച് ക്യാമ്പസ് ഇലക്ഷൻ്റെ സമയത്ത് ക്യാമ്പസുകളിൽ എന്തെങ്കിലുമൊക്കെ ആക്രമണങ്ങൾ പരസ്പരം ഉണ്ടാകുന്ന സമയത്ത് അവിടെ പോയി മുണ്ടും മടക്കി കുത്ത് പോലീസിനെ വെല്ലുവിളിക്കുന്നതല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനിയെങ്കിലും അലോഷ്യസ് സേവ്യർ മനസ്സിലാക്കണം. മത്സരിക്കാനൊക്കെ നിൽക്കുന്നത് നല്ലതാണ്, പക്ഷേ ഒരു MLA ആവുക എന്ന ഒരു മിനിമം പരിപാടിയിലേക്ക് അലോഷ്യസ് സേവ്യറിനെ പോലെയുള്ള നേതാക്കന്മാർ തരം താണു എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഒരിക്കൽ ഞാൻ കോൺഗ്രസിന്റെ വളരെ പ്രമുഖനായ ഒരു നേതാവിനോട് ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് MLA ആവണം എന്നൊരു ആഗ്രഹം തോന്നിയിരുന്നു എന്ന്, അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഘടനാ പ്രവർത്തനം നടത്തുന്ന സമയത്ത് തങ്ങൾക്ക് MLA ആകുന്നതിനെക്കുറിച്ചോ മന്ത്രി ആകുന്നതിനെക്കുറിച്ചോ ഒന്നും ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. അതായത് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആവുക, അല്ലെങ്കിൽ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുക, അതിനുശേഷം സംഘടനാ പ്രവർത്തനം നടത്തുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ചിന്തയുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ വിദ്യാർത്ഥി നേതാക്കന്മാരെ സംബന്ധിച്ചിട്ട് അവർ ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, KSUവിൻ്റെ വിദ്യാർത്ഥി നേതാക്കളുടെ കാര്യമാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചിട്ട് അവർ ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് വന്നിട്ടൊരു താലൂക്ക് കമ്മിറ്റിയുടെ ഇപ്പോൾ താലൂക്ക് കമ്മിറ്റിയിലെ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ്, ഒരു നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അവൻ ചിന്തിക്കുന്ന എങ്ങനെയാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തനിക്ക് മുകളിലുള്ള ആളെ എങ്ങനെ വലിച്ച് താഴെ ഇട്ടിട്ട് തനിക്ക് ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റും എന്ന് ചിന്തിക്കും. അതുകൂടാതെ തന്നെ ഒരു നിയോജക മണ്ഡലം പ്രസിഡന്റ് വിചാരിക്കുന്നത് വെച്ചാൽ നിലവിലുള്ള MLA അവിടെ കോൺഗ്രസിന്റെ ആണെങ്കിൽ അയാൾക്കിട്ട് എങ്ങനെ പാര വെച്ചിട്ട് തനിക്ക് അവിടെ മത്സരിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുമായിട്ട് MLA ആവുക അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആവുക എന്ന മിനിമം പരിപാടിയിലേക്ക് KSU ഒതുങ്ങി. അതിന്റെ പ്രശ്നങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരെല്ലാവരും കരുതുന്നത് എന്താണ്, ഒരു ഫേസ്ബുക്കിൽ റീൽ ഇട്ട് കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ആയി എന്നുള്ളതാണ്. അതല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലണമെന്നേ. നമ്മുടെ എത്രയോ ക്യാമ്പസുകൾ, സ്വകാര്യ മാനേജ്മെന്റിന് കീഴിലുള്ള എത്രയോ ക്യാമ്പസുകൾ ഇന്ന് പൂട്ടപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? സിലബസുകൾ പരിഷ്കരിച്ച് വിദേശത്തേക്ക് പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ ഇവിടെ തന്നെ നിലനിർത്താനായിട്ട് ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് KSU പോയില്ല. പോവേണ്ടതല്ലേ? അപ്പോൾ പറയായിരിക്കും ഇതൊക്കെ ചെയ്യേണ്ടത് സർക്കാരില്ലെന്ന്. സർക്കാരിൻ്റെ ചൂണ്ടുപലകയാവേണ്ടവരാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വമുള്ള ആളുകളാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്.
അതാണല്ലോ പ്രതിപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു കടമ ഉത്തരവാദിത്തം നിറവേറ്റാത്ത അലോഷ്യസ് സേവ്യറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, എന്തെങ്കിലുമൊക്കെ KSUവിന്റെ ഒരു ഐഡിയോളജി അനുസരിച്ചിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആൻ സെബാസ്റ്റ്യൻ എന്നൊരു വനിതാ നേതാവ് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള ഇതിനകത്തുള്ള എല്ലാ ആളുകളും, ഒട്ടുമിക്ക സംസ്ഥാന ജില്ലാ നേതാക്കന്മാരും റീൽസ് കുട്ടപ്പന്മാരാണ്. അതിന് കാരണമുണ്ട്. അവർക്ക് മുൻപേ 1-2 വട്ടം വന്നിരുന്നവർ, KM അഭിജിത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. KM അഭിജിത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ KSUവിന്റെ സംഘടനാ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ KM അഭിജിത്ത് വരെയുള്ള KSU പ്രസിഡന്റുമാർ അത്യാവശ്യം നല്ല പ്രസിഡന്റുമാരായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ഷാഫി പറമ്പിൽ എന്നൊരു KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് വന്നിരുന്നു. ആ സംസ്ഥാന പ്രസിഡന്റ് മുതലാണ് ഈ പ്രശ്നങ്ങൾ, അതായത് റീൽസ് ഇട്ട് കഴിഞ്ഞാൽ നേതാവാകാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് കേരളത്തിലെ യുവജനങ്ങളും വിദ്യാർത്ഥികളും മാറിയത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് പറയാനുള്ളത്, KSU അതിന്റെ ആത്മാവ് വീണ്ടെടുക്കണം. KSUവിന്റെ ഒരു ആത്മാവ് വീണ്ടെടുക്കുന്നതോടുകൂടി KSUവിന്റെ സംഘടനാ പ്രവർത്തനം ക്യാമ്പസുകളിൽ സജീവമാകും. കാരണം ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ആൾക്കൂട്ടത്തിൽ കാര്യമില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് കൂടുതൽ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലാനായിട്ട്, കൂടുതൽ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിട്ടൊക്കെ KSUവിന് സാധിക്കണം. വിദ്യാർത്ഥി കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് ചർച്ചകൾ ഉണ്ടാവേണ്ടതാണ്. മറിച്ച് സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാരിക്കേഡിന് മുമ്പിൽ പോയി നിന്നിട്ട് ജലപീരങ്കി വരുമ്പോൾ മഴ നനഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കുന്നതും റീൽസ് എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടുന്നതും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നതുമാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് അലോഷ്യസ് സേവ്യറിനെ പോലുള്ളവർ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. എനിക്ക് തോന്നുന്നു അലോഷ്യസ് സേവ്യറിന് KSUവിന്റെ ഒക്കെ പ്രായം ഒരുപാട് കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഈ 30-35 വയസ്സിന് മുകളിലുണ്ട് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം MLA ആവുക എന്നൊക്കെ ഉള്ളതായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് പീരുമേട് സീറ്റൊക്കെയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. പീരുമേട് സീറ്റൊന്നും ഒരു കാരണവശാലും അലോഷ്യസ് സേവ്യറിന്റെ കൈകളിലേക്ക് കൊടുക്കത്തില്ല. കാരണം ഇടുക്കി ജില്ലയ്ക്കകത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുള്ള 100 കണക്കിന് നേതാക്കന്മാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാർ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു പ്രവർത്തനവും കാഴ്ചവെക്കാതെ KSUവിന്റെ ഡമ്മി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അലോഷ്യസ് സേവ്യറിന് പീരുമേട് സീറ്റൊക്കെ കോൺഗ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സീറ്റ് നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവും. ഇപ്പോഴത് CPIയുടെ കൈവശം ഇരിക്കുന്ന സീറ്റാണ്. പക്ഷെ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ഒരുപാട് സാധ്യതകളുള്ള ഒരു നിയോജക മണ്ഡലമാണ് പീരുമേട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പീരുമേടിൽ അലോഷ്യസ് സേവ്യറിനെ പോലുള്ള ഒരാളാണ് മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ആ സീറ്റിൽ നമുക്ക് എഴുതി വെക്കാൻ പറ്റും LDF എന്ന്. അതുകൊണ്ട് ആദ്യം അലോഷ്യസ് സേവ്യർ സംഘടനാ പ്രവർത്തനം എന്താണ് എന്ന് പഠിക്കുക, അതിനുശേഷം സംഘടനയിൽ പ്രവർത്തിക്കുക, അതിനുശേഷം MLA ആകാം എന്നുമാണ് നമുക്ക് ഉപദേശിക്കാനുള്ളത്.